Hi everyone, iPlus training solutions in the പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വാട്ടറിന്റെ ഡിഫറെന്റ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിരുന്നു. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കളർ, ടർബിഡിറ്റി, ടെമ്പറേച്ചർ, സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നോക്കി. ഇനി നമുക്ക് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. So first one is total solids. So total solids include the suspended solids and dissolved solids. വാട്ടറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോട്ടൽ സോളിഡ് എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും? ഇറ്റ് ഇൻക്ലൂഡ് സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് ഡിസോൾഡ് സോളിഡ്സ്. സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ കണ്ടന്റ് നമുക്ക് ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്താൽ മെഷർ ചെയ്യാൻ പറ്റും. സോ സസ്പെൻഡഡ് സോളിഡ്സ് ആർ ഫൗണ്ട് ഔട്ട് ബൈ ഫിൽറ്ററിംഗ് ദ വാട്ടർ സാമ്പിൾ ബൈ എ വാട്ട്മാൻ ഫിൽറ്റർ പേപ്പർ. സോ വാട്ട്മാൻ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഫിൽറ്ററിങ്ങിലൂടെ സസ്പെൻഡഡ് സോളിഡ്സ് ഫൗണ്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടറിലെ ടോട്ടൽ സോളിഡ് കണ്ടന്റ് ഫൗണ്ട് ഔട്ട് ചെയ്യണമെങ്കിൽ വാട്ടറിനെ നമ്മൾ ബോയിൽ ചെയ്ത് ഇവാപ്പറേറ്റ് ചെയ്യുക. ആ ഇവാപ്പറേറ്റ് ചെയ്ത് റെസിഡ്യൂ ആയിട്ട് ലെഫ്റ്റ് ആവുന്ന സോളിഡ്സിൻ്റെ കണ്ടന്റ് മെഷർ ചെയ്താൽ നമുക്കതിലെ ടോട്ടൽ സോളിഡ്സിൻ്റെ കണ്ടന്റ് അറിയാൻ പറ്റും. സോ ടോട്ടൽ സോളിഡ്സ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ഇവാപ്പറേറ്റിംഗ് എ സാമ്പിൾ ഓഫ് വാട്ടർ ആൻഡ് വെയിങ് ദ ഡ്രൈഡ് റെസിഡ്യൂ. വാട്ടറിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് ഇവാപ്പറേറ്റ് ചെയ്താൽ അതിൽ റെസിഡ്യൂ റിമൈനിങ് ചെയ്യുന്ന റെസിഡ്യൂ വെയ് ചെയ്ത് നോക്കിയാൽ നമുക്കതിലെ ടോട്ടൽ സോളിഡിൻ്റെ കണ്ടന്റ് അറിയാൻ പറ്റും. സസ്പെൻഡഡ് സോളിഡ്സ് എങ്ങനെയായിരുന്നു ഫൗണ്ട് ഔട്ട് ചെയ്യുന്നത്? സസ്പെൻഡഡ് സോളിഡ്സ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ filtering the sample by a Whatman filter paper. Then the permissible limit of total dissolved solids is 500 ppm. വാട്ടറിൽ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ഡിസോൾഡ് സോളിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? 500 ppm ആണ്. 500 ppm കൂടാൻ പാടില്ല. നെക്സ്റ്റ് ഈസ് ദ pH വാല്യൂ ഓഫ് വാട്ടർ. സോ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ രണ്ടാമത് വരുന്ന പോയിന്റ് ആണ് pH വാല്യൂ ഓഫ് വാട്ടർ. സോ എന്താണ് വാട്ടറിൻ്റെ pH എന്ന് പറയുന്നത്? pH ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ വാട്ടർ. വാട്ടറിലെ ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷനെയാണ് എന്തെന്ന് പറയുന്നത്? pH എന്ന് പറയുന്നത്. സോ pH വാല്യൂ ഡിറ്റർമിൻസ് വെദർ ദ വാട്ടർ ഈസ് അസിഡിക് ഓർ ബേസിക്. വാട്ടർ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് വാട്ടറിൻ്റെ pH വാല്യൂയിലൂടെയാണ്. സോ വാട്ടറിൻ്റെ pH വാല്യൂ ഡിറ്റർമിൻസ് വെദർ ദ വാട്ടർ ഈസ് അസിഡിക് ഓർ ബേസിക്. സോ pH ഈസ് ദ hydrogen ion concentration in water and the pH value of water determines whether the water is acidic or basic. നമുക്കറിയാവുന്നൊരു പോയിന്റാണ് എന്താണ്? pH വാല്യൂ 7 ആയി കഴിഞ്ഞാൽ നമ്മൾ ആ വാട്ടറിനെ ന്യൂട്രൽ വാട്ടർ എന്ന് പറയാം. ഇഫ് ദ pH is 7 then the water is said to be neutral. സോ pH വാല്യൂ 7-ന് മുകളിലും 7-ന് താഴെ ആവുന്ന കണ്ടീഷൻസ് ആണ് എന്താ? ബേസിക് എന്നും അസിഡിക് എന്നും പറയുന്നത്. സോ pH വാല്യൂ 7-ൽ കൂടുതലാണെങ്കിൽ ഇഫ് ദ pH ഈസ് ഗ്രേറ്റർ ദാൻ 7 then the water is said to be basic and if the pH value is less than 7 then the water is acidic. So pH value 7 equal to 7 ആണെങ്കിൽ water is neutral, then 7-ൽ കൂടുതലാണെങ്കിൽ basic, 7-ൽ കുറവാണെങ്കിൽ acidic. സോ pH വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് pH വാല്യൂ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ pH മീറ്റർ ഓർ കലോറിമെട്രിക് മെത്തേഡ്. pH മീറ്റർ ഉപയോഗിച്ചോ കലോറിമെട്രിക് മെത്തേഡിലൂടെയാണ് നമ്മൾ pH വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ അസിഡിറ്റിക്കും ആൽക്കലൈനിറ്റിക്കും കാരണമാകുന്ന കോമ്പൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ആൽക്കലൈനിറ്റി ഇൻ വാട്ടർ ഈസ് ഡ്യൂ ടു ദ ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ്സ് അല്ലെങ്കിൽ കാർബണേറ്റ്സ് ഓർ ഹൈഡ്രോക്സൈഡ്സ് ഓഫ് കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ആൻഡ് സോഡിയം. കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം ഇതുപോലുള്ള മെറ്റൽസിൻ്റെ കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് കാരണമാണ് വാട്ടറിന് എന്തുണ്ടാകുന്നത്? ആൽക്കലൈനിറ്റി ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ഓർ കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ഓഫ് കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ആൻഡ് സോഡിയം. ദെൻ അസിഡിറ്റി ഈസ് കോസ്ഡ് ബൈ ദ മിനറൽ ആസിഡ്സ്. വാട്ടറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മിനറൽ ആസിഡ്സ്, ദെൻ ഫ്രീ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ്, ദെൻ ദ സൾഫേറ്റ്സ് ഓഫ് അയൺ ആൻഡ് അലൂമിനിയം. ദെൻ അസിഡിറ്റി ഈസ് ഡ്യൂ ടു ദ മിനറൽ ആസിഡ്സ്, ഫ്രീ CO2, ദെൻ ദ സൾഫേറ്റ്സ് ഓഫ് അയൺ ആൻഡ് അലൂമിനിയം. നെക്സ്റ്റ് ഇസ് ദ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് pH ഓഫ് വാട്ടർ. സോ PSC എക്സാമുകൾക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്? പെർമിസിബിൾ ലിമിറ്റ് ഓഫ് pH ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? pH വാല്യൂ എന്ന് പറയുന്നത് 6.6 to 8.5 ആണ്. The permissible limit of pH of water is 6.6 to 8.5. So pH value equal to 7 ayal water is said to be neutral, and pH value if greater than 7 then the water is said to be basic, and if the pH value is less than 7 then the water is acidic. Then the permissible limit എന്ന് പറയുന്നത് 6.6 to 8.5 ആണ്. Next is hardness.
എന്താണ് വാട്ടറിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് പ്രിവെൻറ്റ് ദ ഫോർമുലേഷൻ ഓഫ് ലാദർ വിത്ത് സോപ്പ്. ഹാർഡ് വാട്ടറിൽ നമുക്ക് സോപ്പ് മിക്സ് ചെയ്യുമ്പോൾ പത ഉണ്ടാകത്തില്ല. അതാണ് ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് പ്രിവെൻറ്റ്സ് ദ ഫോർമുലേഷൻ ഓഫ് ലാദർ വിത്ത് സോപ്പ്. ദെൻ ഹാർഡ്നെസ്സിന് നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് ഓർ കാർബണേറ്റ് ഹാർഡ്നെസ്. കാർബണേറ്റ് ഹാർഡ്നെസ് ഓർ ടെമ്പററി ഹാർഡ്നെസ്. സോ അതിന് കാരണമാകുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാർബണേറ്റ് ഹാർഡ്നെസ് ഓർ ടെമ്പററി ഹാർഡ്നെസ് ഈസ് കോസ്ഡ് ബൈ ദ കാർബണേറ്റ്സ് ഓർ ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. കാർബണേറ്റ്സ് ഓർ ബൈകാർബണേറ്റ്സ്, കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ കാർബണേറ്റ്സ് ഓർ ബൈകാർബണേറ്റ്സ് കാരണം ഉണ്ടാകുന്ന ഹാർഡ്നെസ് ആണ് എന്തെന്ന് പറയുന്നത്? കാർബണേറ്റ് ഹാർഡ്നെസ് ഓർ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഈ കാർബണേറ്റ് ഹാർഡ്നെസ് ഓർ ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് വാട്ടറിനെ ബോയിൽ ചെയ്യുന്നതിലൂടെയോ ലൈം ആഡ് ചെയ്യുന്നതിലൂടെയോ റിമൂവ് ചെയ്യാൻ പറ്റും. സോ കാർബണേറ്റ് ഹാർഡ്നെസ് ഓർ ടെമ്പററി ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ് ഓർ ദി അഡീഷൻ ഓഫ് ലൈം. ദെൻ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്സിൻ്റെ വേറെ പേരാണ് പെർമനൻറ്റ് ഹാർഡ്നെസ്. നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് ഓർ പെർമനൻറ്റ് ഹാർഡ്നെസ് ഈസ് കോസ്ഡ് ബൈ ദ, അവിടെ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണമാകുന്ന എന്തൊക്കെയാണ്? സൾഫേറ്റ്സ്, നൈട്രേറ്റ്സ്, ക്ലോറൈഡ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും സൾഫേറ്റ്സ്, നൈട്രേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് ആണ് എന്തിന് കാരണം? പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണം. സോ പെർമനൻറ്റ് ഹാർഡ്നെസ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഡീമിനറലൈസേഷൻ, ലൈം സോഡ പ്രോസസ്, സിയോലൈറ്റ് പ്രോസസ് എക്സെട്ര. ഇത് നമ്മൾ വാട്ടർ സോഫ്റ്റനിങ് എന്നുള്ള പ്രോസസ്സിൽ എന്ന ടോപ്പിക്കിൽ നമ്മൾ ഈ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ വാട്ടറിൻ്റെ ഹാർഡ്നെസ് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ഇതൊക്കെയാണ് ടെമ്പററി ഹാർഡ്നെസ് ഓർ കാർബണേറ്റ് ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഓർ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമാകുന്നത് കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ആണെങ്കിൽ പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണമാകുന്നത് എന്താണ്? സൾഫേറ്റ്സ്, നൈട്രേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് ഡയറക്റ്റ് ബോയിലിങ്ങിലൂടെ അല്ലെങ്കിൽ ലൈം ആഡ് ചെയ്യുന്നതിലൂടെ റിമൂവ് ചെയ്യാം. പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് പ്രോസസ്സുകളുണ്ട്. ലൈം സോഡ പ്രോസസ്, സിയോലൈറ്റ് പ്രോസസ്, ഡീമിനറലൈസേഷൻ, ഇതുപോലുള്ള പ്രോസസ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം. ദെൻ ഹാർഡ്നെസ്സിൻ്റെ വാല്യൂസ്, അതായത് 75 ppm താഴെയാണെങ്കിൽ, ഹാർഡ്നെസ് ലെസ് ദാൻ 75 ppm ആണെങ്കിൽ അതിനെ നമ്മൾ സോഫ്റ്റ് വാട്ടർ എന്ന് പറയാം. ദെൻ ഹാർഡ്നെസ് ഗ്രേറ്റർ ദാൻ 200 ppm ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. Hardness less than 700 ppm is soft water and hardness greater than 200 ppm is called hard water. Then the maximum permissible limit of hardness for drinking water. Drinking water ന്റെ maximum permissible hardness എന്ന് പറയുന്നത് എന്തായിരിക്കണം? 100 ppm എക്സീഡ് ചെയ്യാൻ പാടില്ല. മാക്സിമം ലിമിറ്റ് അപ് ടു 100 ppm ആണ്. Then hardness is generally measured by EDTA test or Versanate method. ഹാർഡ്നെസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് EDTA test or Versanate method എന്ന് പറയും. EDTA test or Versanate method. സോ ഹാർഡ്നെസ്സിൻ്റെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 100 ppm ആണ്. ദെൻ ഹാർഡ്നെസ്സിന് കാരണമാകുന്നത് ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിൽ അതിന് കാരണമാകുന്നത് കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യവും. പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണമാകുന്നത് സൾഫേറ്റ്സ്, നൈട്രേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ഹാർഡ്നെസ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ ഈസ് അപ് ടു 100 ppm. ദെൻ ഹാർഡ്നെസ് മെഷർ ചെയ്യാനുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ മെത്തേഡാണ് വെർസനേറ്റ് മെത്തേഡ് ഓർ EDTA ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ 1 degree ഓഫ് ഹാർഡ്നെസ്. 1 degree ഓഫ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ppm ഇക്വലൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1 degree ഓഫ് ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു 14.25 ppm ഓഫ് കാൽസ്യം കാർബണേറ്റ്. 14.25 ppm കാൽസ്യം കാർബണേറ്റിന് ഇക്വലൻ്റ് ആണ് 1 degree ഓഫ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ക്ലോറൈഡ് കണ്ടന്റ് ഓഫ് വാട്ടർ. ദ ക്ലോറൈഡ് കണ്ടന്റിൻ്റെ പെർമിസിബിൾ ലിമിറ്റ്. ക്ലോറൈഡ് കണ്ടന്റിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ക്ലോറൈഡ് കണ്ടന്റ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഈസ് 250 ppm. ഡ്രിങ്കിങ് വാട്ടറിൽ ക്ലോറൈഡ് കണ്ടന്റിൻ്റെ അല്ലെങ്കിൽ ക്ലോറൈഡിൻ്റെ പെർമിസിബിൾ കണ്ടന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 250 ppm ആണ്. ദ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ക്ലോറൈഡ് കണ്ടന്റ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഈസ് 250 ppm. ദെൻ ക്ലോറൈഡ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫോം ഓഫ് സോഡിയം ക്ലോറൈഡ്. അല്ലെങ്കിൽ NaCl അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഫോമിലായിരിക്കും എന്ത് ക്ലോറൈഡ് വാട്ടറിൽ കോമൺ ആയിട്ട് പ്രസൻ്റ് ആയിരിക്കുന്നത്. ദെൻ സോഡിയം ക്ലോറൈഡ് എങ്ങനെയായിരിക്കും വാട്ടറിൽ ഇൻക്ലൂഡ് ആവുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മിക്സിംഗ് ഓഫ് സീവേജ് ആൻഡ് സലൈൻ വാട്ടർ. സീവേജ് വാട്ടറോ സലൈൻ വാട്ടറോ ഒക്കെ വാട്ടറിൽ മിക്സ് ആവുന്നതിലൂടെയാണ് വാട്ടറിലോട്ട് സോഡിയം ക്ലോറൈഡ് ഇൻക്ലൂഡഡ് ആവുന്നത്. സോ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 250 ppm ആണ്.
then it can be determined by Morse method or argentometric method. വാട്ടറിലെ ക്ലോറൈഡ് കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ള മെത്തേഡാണ് മോഴ്സ് മെത്തേഡ് ഓർ അർജന്റോമെട്രിക് മെത്തേഡ്. സോ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്, പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ക്ലോറൈഡ് കണ്ടന്റ് 250 ppm ആണ്. ദെൻ വാട്ടറിൽ ക്ലോറൈഡ് കണ്ടന്റിന് കാരണമാവുന്നത് മിക്സിംഗ് ഓഫ് സീവേജ് ആൻഡ് സലൈൻ വാട്ടർ ആണ്. ഡിറ്റർമിൻ ചെയ്യാനുള്ള മെത്തേഡുകളാണ് മോഴ്സ് മെത്തേഡും അർജന്റോമെട്രിക് മെത്തേഡും. So next is the nitrogen content in water. So nitrogen content indicates the presence of organic matter and the extent to which it undergone decomposition. വാട്ടറിൽ ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ പ്രസൻറ്റിനെയാണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നൈട്രജൻ കണ്ടൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഇറ്റ് ഹാസ് അണ്ടർഗോൺ ഡീകമ്പോസിഷൻ, എത്ര വരെ അതിന് ഡീകമ്പോസിഷൻ സംഭവിച്ചു എന്നത് ഈ വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന ഏത് ഫോമിലാണ് നൈട്രേറ്റ് വാട്ടറിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് എന്ന് ഡിറ്റർമിൻ ചെയ്താൽ അതിലൂടെ നമുക്ക് എന്തുമാത്രം ഡീകമ്പോസിഷൻ നടന്നുവെന്ന് അറിയാൻ പറ്റും. ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് നൈട്രജൻ കണ്ടൻറ്റ്. നൈട്രജൻ വാട്ടറിൽ മെയിനായിട്ട് 4 ഫോമിലാണ് കാണപ്പെടുന്നത്. First one is free ammonia, then albuminoid nitrogen, then nitrite and nitrate. So first one is free ammonia. Free ammonia. Free ammonia indicates the presence of undecomposed organic matter. വാട്ടറിലെ അൺഡിക്കമ്പോസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഫ്രീ അമോണിയ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റീസെൻറ്റ് പൊല്യൂഷൻ. അതായത് ഇറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഫ്രീ അമോണിയ എന്ന് പറയുന്നത്. അത് വാട്ടറിൽ റീസെൻ്റ് ആയിട്ടുള്ള പൊല്യൂഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്തിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്, ഫ്രീ അമോണിയ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് അൺഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ ആൻഡ് ഇറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷൻ. അതിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 0.15 ppm ആണ്. സോ ഫ്രീ അമോണിയയുടെ വാട്ടറിലെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 0.15 ppm താഴെയായിരിക്കണം. ഫ്രീ അമോണിയ നമുക്ക് റീസെൻറ്റ് പൊല്യൂഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ വാട്ടറിൻ്റെ ഓൾഡ് പൊല്യൂഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ആൽബുമിനോയിഡ് നൈട്രജൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ ബിഫോർ ഡീകമ്പോസിഷൻ. അതായത് ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള നൈട്രജനാണ് എന്തെന്ന് പറയുന്നത്, ആൽബുമിനോയിഡ് നൈട്രജൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ ബിഫോർ ഡീകമ്പോസിഷൻ. അതിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 0.3 ppm ആണ്. സോ ഫസ്റ്റ് ഫ്രീ അമോണിയയുടെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 0.15 ppm ആയിരുന്നു. ആൽബുമിനോയിഡ് നൈട്രജൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 0.3 ppm ആണ്. നെക്സ്റ്റ് ഫോമാണ് നൈട്രൈറ്റ്സ്. നൈട്രൈറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് പാർട്ട്ലി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ. വാട്ടറിലെ പാർഷ്യലി ഡീകമ്പോസ് ചെയ്ത ഓർഗാനിക് മാറ്റേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് നൈട്രേറ്റ്. അതേസമയം നൈട്രേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഫുള്ളി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ. സോ നൈട്രൈറ്റും നൈട്രേറ്റും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്, നൈട്രേറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് പാർട്ട്ലി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ, വേറസ് നൈട്രേറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ദ ഫുള്ളി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ. സോ ഇതിൻ്റെ രണ്ടിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് ഓർത്തിരിക്കുക. നൈട്രേറ്റിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് നില്ലാണ്. അതായത് നൈട്രേറ്റിൻ്റെ കണ്ടൻറ്റ് വാട്ടറിൽ ഉണ്ടാവാൻ പാടില്ല. നൈട്രേറ്റിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 45 ppm ആണ്. സോ നൈട്രേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഫുള്ളി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ ആൻഡ് ഇറ്റ്സ് പെർമിസിബിൾ ലിമിറ്റ് ഈസ് അപ് ടു 45 ppm. എക്സസ് ഓഫ് നൈട്രേറ്റ് എക്സസ് ആവുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ബ്ലൂ ബേബി ഡിസീസ് അല്ലെങ്കിൽ മെതമോഗ്ലോബനീമിയ എന്ന് പറയും. മെതമോഗ്ലോബനീമിയ ഓർ ബ്ലൂ ബേബി ഡിസീസ് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ എക്സസ് ഓഫ് നൈട്രേറ്റ് കണ്ടന്റ്. സോ നൈട്രൈറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് പാർട്ട്ലി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ and nitrates indicates the fully decomposed organic matter. Permissible limit of nitrate is nil, that is 0, and the permissible limit of nitrate is 45 ppm. Excess of nitrate causes എന്താണ്, മെതമോഗ്ലോബനീമിയ or blue baby syndrome. Next is sulfate. The permissible limit of sulfate is less than 200 ppm. സൾഫേറ്റിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 200 ppm താഴെയായിരിക്കണം. ഇറ്റ് കോസസ് ലക്സേറ്റീവ് എഫക്റ്റ് ഓൺ ബോഡി ഓർ ഡയേറിയ. അതായത് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവുക, അതുപോലെ ഡയേറിയയ്ക്കും കാരണമാകാവുന്ന ഒരു കണ്ടൻ്റാണ് സൾഫേറ്റ് എന്ന് പറയുന്നത്. സൾഫേറ്റ് എക്സസ് ആവുകയാണെങ്കിൽ ഇറ്റ് കോസസ് ഡയേറിയ ആൻഡ് ലക്സേറ്റീവ് എഫക്റ്റ് ഓൺ ബോഡി. അതിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 250 ppm ആണ്. നെക്സ്റ്റ് ഈസ് ദ ഫ്ലൂറൈഡ് കണ്ടൻറ്റ്. ഫ്ലൂറൈഡ് കണ്ടൻറ്റിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 1 to 1.5 ppm ആണ്. പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഈസ്
1 to 1.5 ppm. ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് 1 ppm കുറവാണെങ്കിൽ, ഇഫ് ദ ക്ലോറൈഡ് കണ്ടൻറ്റ് ഈസ് ലെസ് ദാൻ 1 ppm ഇറ്റ് കോസസ് ഡെൻ്റൽ ക്യാവിറ്റീസ്. ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് 1 ppm കുറവാണെങ്കിൽ എന്തിന് കാരണമാകും? ഡെൻ്റൽ ക്യാവിറ്റീസ് ഉണ്ടാകാൻ കാരണമാകും. അതുപോലെ തന്നെ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഇഫ് ഗ്രേറ്റർ ദാൻ 1.5 ppm 1.5 ppm കൂടുതലാണെങ്കിൽ ഇറ്റ് കോസസ് ഫ്ലൂറോസിസ് ആൻഡ് ഡീഫോർമേഷൻ ഓഫ് ബോൺസ്. ഫ്ലൂറോസിസ് എന്ന മെഡിക്കൽ കണ്ടീഷനും അതുപോലെ തന്നെ ബോൺസിൻ്റെ ഡീഫോർമേഷനും കാരണമാകും എന്ത്? ഈ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് 1.5 ppm കൂടുതലാണ്. സോ പെർമിസിബിൾ ലിമിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട എത്രയാണ്? 1 to 1.5 ppm ആയിരിക്കണം വാട്ടറിലെ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. 1 കുറവാണെങ്കിൽ ഡെൻ്റൽ ക്യാവിറ്റീസ് ഉണ്ടാകും, 1.5 കൂടുതലാണെങ്കിൽ ഫ്ലൂറോസിസോ അല്ലെങ്കിൽ ഡീഫോർമേഷൻ ഓഫ് ബോൺസിനോ കാരണമാകും. ദെൻ ദ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ നൽഗോണ്ട ടെക്നിക്. ഫ്ലൂറൈഡ് കണ്ടൻറ്റ് വാട്ടറിൽ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നൽഗോണ്ട ടെക്നിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡിഫറെൻറ്റ് മെറ്റൽസ് പ്രസൻറ്റ് ഇൻ വാട്ടർ. വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് മെറ്റൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ മെയിൻലി ഫസ്റ്റ് വൺ അയൺ ആൻഡ് മാംഗനീസ്. വാട്ടറിൻ്റെ ഡിസ്കളറേഷന് കാരണമാകുന്ന മെറ്റൽസ് ആണ് എന്തെന്ന് പറയുന്നത്? അയണും മാംഗനീസും എന്ന് പറയുന്നത്. സോ ഈ അയണോ മാംഗനീസോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാട്ടർ ഉപയോഗിച്ച് നമ്മൾ ക്ലോത്തൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലോത്തിൻ്റെ കളർ ചേഞ്ച് ആവും. അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ ചെയ്യുന്ന പൈപ്പുകളുടെ കൊറോഷനും എന്ത് കാരണമാവും? അയണിൻ്റെയും മാംഗനീസിൻ്റെയും പ്രസൻസ് കാരണമാവും. അയണിൻ്റെയും മാംഗനീസിൻ്റെയും പെർമിസിബിൾ ലിമിറ്റ് എന്താ നോക്കാം. ദ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് അയൺ ഈസ് 0.3 ppm ആൻഡ് ഓഫ് മാംഗനീസ് ഈസ് 0.05 ppm. അയണിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 0.3 ppm താഴെ ആയിരിക്കണം. മാംഗനീസിൻ്റേത് 0.05 ppm താഴെ ആയിരിക്കണം. ദെൻ അയൺ ഓക്സൈഡിൻ്റെ കളർ എന്ന് പറയുന്നത് അയൺ ഓക്സൈഡ് ഈസ് റെഡ് ഇൻ കളർ ആൻഡ് മാംഗനീസ് ഈസ് ബ്ലാക്ക് ഓർ ബ്രൗൺ ഇൻ കളർ. സോ അയൺ ആൻഡ് മാംഗനീസ് യൂസ് ചെയ്തുകൊണ്ട് അയൺ ആൻഡ് മാംഗനീസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്താൽ അത് ഡിസ്കളറേഷൻ ഓഫ് ക്ലോത്ത്സിന് കാരണമാകും. അതുപോലെ തന്നെ വാട്ടർ പൈപ്പുകൾ കൊറോഡാവാൻ കാരണമാവും. പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് അയണിൻ്റേത് 0.3 ppm മാംഗനീസിൻ്റേത് 0.05 ppm ആണ്. അയൺ ഓക്സൈഡിൻ്റെ കളർ റെഡ്, ദെൻ മാംഗനീസ് ബ്ലാക്ക് ഓർ ബ്രൗണിഷ് കളർ നൽകും. ദെൻ കോപ്പർ. ദ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് കോപ്പർ ഈസ് അപ് ടു 3 ppm. അപ് ടു 3 ppm ആണ് കോപ്പറിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്താൽ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് ഡിസൈറബിൾ ആണ്. ചെറിയ അളവിൽ കോപ്പർ വാട്ടറിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ പെർമിസിബിൾ ലിമിറ്റിന് മുകളിൽ പോയാൽ ഇറ്റ് അഫക്ട്സ് ദ ഹ്യൂമൻ ലങ്സ് ആൻഡ് അതർ റെസ്പിറേറ്ററി ഓർഗൻസ്. ലങ്സിനെയും അതുപോലെ മറ്റ് റെസ്പിറേറ്ററി ഓർഗൻസുകളെയും അഫക്റ്റ് ചെയ്യും. കോപ്പറിൻ്റെ വാല്യൂ എന്താണ്? ഈ പെർമിസിബിൾ ലിമിറ്റായ 3 ppm മുകളിൽ പോവുകയാണ്. രണ്ട് ടോക്സിക് ആയിട്ടുള്ള രണ്ട് മെറ്റൽസ് ആണ് എന്തെന്ന് പറയുന്നത് ലെഡും ആഴ്സനിക്കും. സോ ലെഡ് ഇറ്റ് ഈസ് നോട്ട് യൂഷ്വലി ഫൗണ്ട് ഇൻ നാച്ചുറൽ വാട്ടർ. നാച്ചുറൽ വാട്ടറിൽ നമ്മൾ യൂഷ്വലി ഫൗണ്ട് ചെയ്യുന്ന ഒരു മെറ്റൽ അല്ല ലെഡ്. അതിൻ്റെ മാക്സിമം പെർമിസിബിൾ ക്വാണ്ടിറ്റി ഈസ് ലിമിറ്റഡ് ടു 0.05 ppm. സോ അതുപോലെ തന്നെ ആഴ്സനിക്കിൻ്റെയും പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 0.05 ppm വരെ ലിമിറ്റഡ് ആയിരിക്കും. സോ ഇത് രണ്ട് ടോക്സിക് ആണ്. വാട്ടറിൽ പോയിസണസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് മെറ്റൽസ് ആണ് ലെഡ്, ആഴ്സനിക്. നെക്സ്റ്റ് ഇസ് ഡിസോൾഡ് ഗ്യാസസ്. സോ വാട്ടറിൽ ഡിസോൾഡ് ആയിരിക്കുന്ന ഡിഫറെൻറ്റ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്രജൻ സൾഫൈഡ്. H2S എന്ന് നമുക്കറിയാം, അതിനൊരു പങ്ക്ജൻ്റ് സ്മെല്ലായിരിക്കും. ഇറ്റ് ഗീവ്സ് എ ബാഡ് ടേസ്റ്റ് ആൻഡ് ഓർഡർ. വാട്ടറിന് ഒരു ബാഡ് ടേസ്റ്റ് ആൻഡ് ഓർഡർ നൽകുന്ന ഒരു ഡിസോൾഡ് ഗ്യാസ് ആണ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് H2S. Then CO2, carbon dioxide. It indicates the biological activities and causes corrosion in pipe. വാട്ടറിലെ ബയോളജിക്കൽ ആക്ടിവിറ്റീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ അതിനകത്തെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രസൻസ് കൊണ്ട് കഴിയും. ആൻഡ് ഇറ്റ് കോസസ് കൊറോഷൻ ഓഫ് പൈപ്പ് ലൈൻ. പൈപ്പ് ലൈനിലെ കൊറോഷന് കാരണമാകുന്നതും ഈ കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ ഡിസോൾഡ് ഓക്സിജൻ. സോ ഡിസോൾഡ് ഓക്സിജൻ, വാട്ടറിലെ ഡിസോൾഡ് ഓക്സിജൻ്റെ കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എന്തെന്ന് പറയുന്നത് വിംഗ്ലേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ദ പെർമിസിബിൾ ലിമിറ്റ് ഫോർ പോർട്ടബിൾ വാട്ടർ. പോർട്ടബിൾ വാട്ടറിലെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 5 to 10 ppm ആണ്. പെർമിസിബിൾ ലിമിറ്റ് ഓഫ് dissolved oxygen in portable water is 5 to 10 ppm. Then the presence of dissolved oxygen is necessary to keep water fresh. വാട്ടറിനെ ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ അതിൽ ഡിസോൾഡ് ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടാവും. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് 3 to 4 ppm ഓഫ് ഡിസോൾഡ് ഓക്സിജൻ ഈസ് റിക്വയർഡ് ഫോർ ദി സർവൈവൽ ഓഫ് അക്വാട്ടിക് ലൈഫ്. അക്വാട്ടിക് ലൈഫിൻ്റെ സർവൈവലിന് മിനിമം 3 to 4 ppm ഡിസോൾഡ് ഓക്സിജൻ വാട്ടറിൽ പ്രസൻ്റ് ആയിരിക്കും. അതായത് ഈ വാല്യൂ ലിമിറ്റിന് പുറത്ത് പോവുകയാണെങ്കിൽ ഇത് ഫിഷിൻ്റെയൊക്കെ ലൈഫിനെ അഫക്റ്റ് ചെയ്യും. സോ അക്വാട്ടിക് ലൈഫിൻ്റെ വേണ്ട മിനിമം ppm എന്ന് പറയുന്നത് ഡിസോൾഡ് ഓക്സിജൻ്റെ മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 3 to 4 ppm ആണ്. അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ പോർട്ടബിൾ വാട്ടറിൻ്റേത് 5 to 10 ppm ആണ്. സോ ഇത്രയാണ് വാട്ടറിൻ്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ, എന്താണ് ഈ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്റ്റഡി അബൌട്ട് ദ പ്രസൻസ് ഓഫ് ബാക്ടീരിയ, വൈറസ്, ദെൻ ആൽഗെ, പ്രോട്ടോസോവ ഇതുപോലുള്ള മൈക്രോ ഓർഗാനിസംസ്, വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ്, ആൽഗെ, പ്രോട്ടോസോവ ഇതുപോലുള്ള കണ്ടന്റുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ ബയോളജിക്കൽ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബയോളജിക്കൽ ടെസ്റ്റ്. ബയോളജിക്കൽ ടെസ്റ്റ് നമുക്ക് മെയിനായിട്ടും രണ്ട് ടെസ്റ്റുകൾ കൺസിഡർ ചെയ്യാം. ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ്. ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ്. ഫസ്റ്റ് വൺ, ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ്. സോ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫൈൻസ് വെദർ ദ ഓർഗാനിസംസ് ആർ പ്രസൻറ്റ് ആർ നോട്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, ബട്ട് എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഫൈൻസ് വെയർ ഓർഗാനിസംസ് ആർ പ്രസൻറ്റ് ഓർ നോട്ട്. വാട്ടറിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് പ്രസൻറ്റ് ആണോ അല്ലയോ എന്ന് മാത്രമാണ് എന്തിൽ ചെക്ക് ചെയ്യുന്നത്? ഈ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. സോ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിന് രണ്ട് എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത് പ്ലേറ്റ് കൗണ്ട് ടെസ്റ്റും മെംബ്രെയിൻ ഫിൽറ്റർ ടെസ്റ്റും. പ്ലേറ്റ് കൗണ്ട് ടെസ്റ്റ് ആൻഡ് മെംബ്രെയിൻ ഫിൽറ്റർ ടെസ്റ്റ്. ഇവിടെ നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഫൈൻസ് വെദർ ഓർഗാനിസംസ് ആർ പ്രസൻറ്റ് ഓർ നോട്ട്. വാട്ടറിൽ എന്തെങ്കിലും ഓർഗാനിസംസ് പ്രസൻറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ്. ബട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈൻസ് ദി എമൗണ്ട് ഓഫ് ഓർഗാനിസംസ് പ്രസൻറ്റ്. വാട്ടറിൽ എന്തുമാത്രം മൈക്രോ ഓർഗാനിസംസ് പ്രസൻറ്റ് ആണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് പറയും. ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റിന് എക്സാമ്പിളാണ് നമ്മൾ E-Coli ടെസ്റ്റ് എന്ന് പറയും. E-Coli ടെസ്റ്റ് ഓർ Escherichia coli ടെസ്റ്റ്. E-Coli ടെസ്റ്റ്. Then detection of E-Coli bacteria indicates the probable presence of pathogen. വാട്ടറിൽ എന്തെങ്കിലും പാത്തജൻസ് പ്രസൻ്റ് ആണെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ E-Coli ബാക്ടീരിയ എന്ന ബാക്ടീരിയയാണ്. E-Coli ബാക്ടീരിയ ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓർഗാനിസം. വാട്ടറിൽ എന്തെങ്കിലും പാത്തജൻസ് പ്രസൻസ് ആണോ എന്നുള്ള ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ് എന്തെന്ന് പറയുന്നത് E-Coli ബാക്ടീരിയയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ E-Coli കണ്ടന്റ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ മസ്റ്റ് ബി 0. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ E-Coli കണ്ടന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. സോ ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റിൽ ഫൈൻസ് ദി എമൗണ്ട് ഓഫ് ഓർഗാനിസംസ് പ്രസൻറ്റ്. അതിന് എക്സാമ്പിളാണ് E-Coli ടെസ്റ്റ്. Escherichia coli ആണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. Then detection of E-Coli bacteria indicates the probable presence of any pathogens. Then E-Coli bacteria is used as an indicator organisms. എന്തെങ്കിലും പാത്തജൻസ് പ്രസൻ്റ് ആണോ എന്നുള്ളതിന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ഓർഗാനിസമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് E-Coli ബാക്ടീരിയ ആണ്. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ E-Coli കണ്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കും. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ. മോസ്റ്റ് പ്രോബബിൾ നമ്പർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിപ്പോർട്ട് ദ എമൗണ്ട് ഓഫ് ബാക്ടീരിയ പ്രസൻറ്റ്. വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എമൗണ്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ് എന്ത്? മോസ്റ്റ് പ്രോബബിൾ നമ്പർ. ഇറ്റ് ഈസ് ദ ബാക്ടീരിയൽ ഡെൻസിറ്റി വിച്ച് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി പ്രസൻറ്റ് ഇൻ വാട്ടർ. വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡെൻസിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത്? മോസ്റ്റ് പ്രോബബിൾ നമ്പർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിപ്പോർട്ട് ദ എമൗണ്ട് ഓഫ് ബാക്ടീരിയ പ്രസൻറ്റ്. വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ കണ്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പറാണ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ. അതിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതായത് ബാക്ടീരിയ കണ്ടന്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. പെർമിസിബിൾ ലിമിറ്റ് ഓഫ് MPN ഷുഡ് ബി 0. നെക്സ്റ്റ് നമുക്ക് ബാക്ടീരിയയുടെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് നോക്കാം. സോ മെയിനായിട്ട് ഫസ്റ്റ് രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത് നോൺ പാത്തജനിക് ബാക്ടീരിയ ആൻഡ് പാത്തജനിക് ബാക്ടീരിയ. നോൺ പാത്തജനിക് ബാക്ടീരിയ ആൻഡ് പാത്തജനിക് ബാക്ടീരിയ. നോൺ പാത്തജനിക് ബാക്ടീരിയ എന്താണ്? ദേ ആർ ഹാംലെസ്. സോ ഹാംഫുൾ എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ബാക്ടീരിയയാണ് എന്ത്? നോൺ പാത്തജനിക് ബാക്ടീരിയ. ദെൻ പാത്തജനിക് ബാക്ടീരിയ ആർ ഹാംഫുൾ ആൻഡ് കോസസ് വേരിയസ് വാട്ടർ ബോൺ ഡിസീസസ്. സോ വെള്ളത്തിലൂടെ പകരുന്ന ഡിഫറെൻറ്റ് ഡിസീസുകൾക്ക് കാരണമാകുന്ന ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയയാണ് എന്തെന്ന് പറയുന്നത് ഈ പാത്തജനിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. So pathogenic bacteria is harmful and non-pathogenic bacteria is harmless. Then next വരുന്ന 3 ടൈപ്പാണ് aerobic bacteria, anaerobic bacteria and facultative bacteria. Aerobic bacteria survives in the presence of oxygen. ഓക്സിജൻ്റെ പ്രസൻസിൽ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് എന്തെന്ന് പറയുന്നത് എയ്റോബിക് ബാക്ടീരിയ. ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാതെയും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ, ദാറ്റ് ഈസ് സർവൈവ്സ് വിത്തൗട്ട് ഓക്സിജൻ ആണ് എന്ത്? അനേറോബിക് ബാക്ടീരിയ. Aerobic bacteria survives in the presence of oxygen, whereas anaerobic bacteria survives without oxygen. Then survives with or without oxygen. Oxygen ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് എന്തെന്ന് പറയുന്നത് ഫാക്കുൾട്ടേറ്റീവ് ബാക്ടീരിയ. സോ മെയിനായിട്ടും 5 ടൈപ്പ്. ഫസ്റ്റ് വൺ നോൺ പാത്തജനിക് ബാക്ടീരിയ, ദേ ആർ ഹാംലെസ്. ദെൻ പാത്തജനിക് ബാക്ടീരിയ എന്ന് പറയുന്നത്
ഇറ്റ് ഈസ് ഹാംഫുൾ ആണ്. വാട്ടർ ബോൺ ഡിസീസസിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് എന്ത് പാത്തജനിക് ബാക്ടീരിയ. ദെൻ എയറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സർവൈവ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് അനേറോബിക് ബാക്ടീരിയ സർവൈവ്സ് വിത്തൗട്ട് ഓക്സിജൻ. ഫാക്കൽറ്റേറ്റീവ് എന്ന് പറയുന്നത് ബോത്ത് രണ്ട് കണ്ടീഷനും വരാം, സർവൈവ്സ് വിത്ത് ഓർ വിത്തൗട്ട് ഓക്സിജൻ. നെക്സ്റ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഷേപ്പ്. ബാക്ടീരിയയെ അതിൻ്റെ ഷേപ്പ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കൊക്കൈ, ദാറ്റ് ഈസ് സ്പെറിക്കൽ ഷേപ്പ് ബാക്ടീരിയയ്ക്ക് പറയുന്ന പേരാണ് കൊക്കൈ. ദെൻ റോഡ് ഷേപ്പ്ഡ്, റോഡിൻ്റെ ഷേപ്പുള്ള ബാക്ടീരിയ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത് ബാസില്ലി. സോ സ്പെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ കൊക്കൈ, റോഡ് ഷേപ്പ്ഡ് ആണെങ്കിൽ ബാസില്ലി, സ്പൈറൽ ഷേപ്പ്ഡ് ആണെങ്കിൽ സ്പൈറൽ ഓർ ട്വിസ്റ്റഡ് റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയയ്ക്ക് പറയുന്ന പേരാണ് അത് സ്പൈറൽ ഷേപ്പിൽ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് എന്തെന്ന് പറയുന്നത് സ്പൈറില്ല. ദെൻ വിബ്രിയോ, കോമ ഷേപ്പ്ഡ്, അതായത് കോമ സിമ്പിളിൻ്റെ ഷേപ്പിൽ വരുന്ന ബാക്ടീരിയ ആണ് വിബ്രിയോ എന്ന് പറയുന്നത്. ഇതാണ് ഷേപ്പിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ ഇതുമൂലമൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് എക്സാമ്പിളാണ് ടൈഫോയിഡ്, പാരാടൈഫോയിഡ്, ഡയേറിയ, കോളറ, ദെൻ ബാസിലറി, ഡിസെൻട്രി ഇതൊക്കെ. സോ വാട്ടറിലൂടെ ബാക്ടീരിയ കാരണം ഡ്രിങ്കിങ് വാട്ടറിൽ ബാക്ടീരിയയുടെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തി ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഇതൊക്കെ. എന്ത് വാട്ടർ ബോൺ ഡിസീസുകളാണ് ടൈഫോയിഡ്, പാരാടൈഫോയിഡ്, കോളറ, ദെൻ ഡയേറിയ, ബാസിലറി, ഡിസെൻട്രി എക്സെട്ര. ദെൻ വൈറൽ ഇൻഫെക്ഷൻസ്, വൈറസ് മൂലം വാട്ടറിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജോണ്ടിസ്. ജോണ്ടിസ് എന്താണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ്, ദെൻ പോളിയോ, ദെൻ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളൊരു രോഗമാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. ഇതിന് കാരണം എന്ന് പറയുന്നത് വൈറസാണ്. സോ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആയിരുന്നു ടൈഫോയിഡ്, പാരാടൈഫോയിഡ്, ദെൻ ഡയേറിയ, കോളറ ആൻഡ് ഡിസെൻട്രി. ദെൻ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ജോണ്ടിസ്, പോളിയോ, ദെൻ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. ദെൻ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രണ്ട് ഇൻഫെക്ഷൻസിന് എക്സാമ്പിളാണ് അമീബിയാസിസും ജിയാഡിയാക്സിസും. ഇതെല്ലാം ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ നമ്മളിപ്പം വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, അതുപോലെ തന്നെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് റിക്വയർമെൻറ്റ്സ് ഓഫ് എ പോർട്ടബിൾ വാട്ടർ, അതായത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ മിനിമം റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിക്വയർമെൻറ്റ്സ് ഓഫ് പോർട്ടബിൾ വാട്ടർ, ഇറ്റ് ഷുഡ് ബി കളർലെസ് ആൻഡ് ഓർഡർലെസ്. വാട്ടറിൻ്റെ എന്തായിരിക്കണം ഡ്രിങ്കിങ് വാട്ടർ, ഇറ്റ് ഷുഡ് ബി കളർലെസ് ആൻഡ് ഓർഡർലെസ്. പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും കളർലെസ് ആയിരിക്കും. ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി കളർ ആൻഡ് ഓർഡർലെസ്. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം പാത്തജൻസ് ആൻഡ് ഹാംഫുൾ സബ്സ്റ്റൻസസ്. അതിൽ പാത്തജൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. പാത്തജനുള്ള വാട്ടറിനെ നമ്മൾ എന്ത് പേരാണ് വിളിച്ചത്? കണ്ടാമിനേറ്റഡ് വാട്ടർ. പാത്തജൻസ് ഇൻക്ലൂഡഡ് ആയ വാട്ടർ എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് വാട്ടറാണ്. സോ പോർട്ടബിൾ വാട്ടർ ഷുഡ് ബി ഫ്രീ ഫ്രം പാത്തജൻസ് ആൻഡ് ഹാംഫുൾ സബ്സ്റ്റൻസസ്. ഹാംഫുൾ സബ്സ്റ്റൻസസോ പാത്തജൻസോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ദെൻ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഇനഫ് ഡിസോൾഡ് ഓക്സിജൻ. ഓക്സിജൻ കണ്ടൻറ്റ്, ഡിസോൾഡ് ഓക്സിജൻ്റെ കണ്ടൻറ്റ് ഇനഫായിട്ട് ഉണ്ടാവണം ഇതിൽ പോർട്ടബിൾ വാട്ടറിൽ. ദെൻ ഇറ്റ് ഷുഡ് ബി കൊറോഷൻ ഫ്രീ. അതായത് വാട്ടർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പൈപ്പുകളിലൂടെ നമ്മൾ വാട്ടർ കൺസ്യൂമേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആ പൈപ്പുകൾക്കൊന്നും കൊറോഷൻ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന വാൽവുകൾക്കൊന്നും കൊറോഷൻ ഉണ്ടാകാൻ പാടില്ല. സോ വാട്ടർ ഷുഡ് ബി കൊറോഷൻ ഫ്രീ. സോ ഇത്രയാണ് മെയിനായിട്ടും വാട്ടറിൻ്റെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ റിപ്പീറ്റായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക.